നിങ്ങൾ ഈ യൂട്യൂബിൽ ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്നവരാണെങ്കിൽ ഇന്നത്തെ ഈ അപ്ഡേറ്റ് നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. അതല്ല, നിങ്ങൾ ഷോർട്സ് അപ്ലോഡ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങളും ഇനി മുതൽ ഷോർട്സ് അപ്ലോഡ് ചെയ്ത് തുടങ്ങും. കാരണം ഇതുവരെ എന്താണ് സംഭവിച്ചിരുന്നത്? നിങ്ങളൊരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഷോർട്ട് ഫീഡിൽ കയറി ഓടിയാലേ നിങ്ങൾക്ക് അതിൽ നിന്ന് കൂടുതൽ വ്യൂസ് കിട്ടുകയുള്ളായിരുന്നു, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടില്ലായിരുന്നു. പക്ഷേ യൂട്യൂബ് അൽഗോരിതം ഇപ്പോൾ കംപ്ലീറ്റ്ലി ചേഞ്ച് ആയിരിക്കുകയാണ്. ഒരു പുതിയ അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. അതിൻ്റെ പേരാണ് ഷോർട്സ് വെറൈറ്റി ഗ്രിഡ്. ഈ അപ്ഡേറ്റിലൂടെ ഇനി മുതൽ നിങ്ങൾ ഷോർട്സ് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും. നിങ്ങളുടെ ഷോർട്ട് വീഡിയോ ഷോർട്ട് ഫീഡിൽ കയറാതെ തന്നെ അതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് വ്യൂസ് കിട്ടും. അതുമാത്രമല്ല, ഇതുവരെ നിങ്ങൾക്ക് ഷോർട്സിൽ നിന്നും എത്ര പൈസയാണോ കിട്ടിയിരുന്നത് അതിൽ കൂടുതൽ പൈസ ഈ അപ്ഡേറ്റിലൂടെ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ അപ്ഡേറ്റിനെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്താൽ ലാസ്റ്റ് വരെ കാണണം. കാരണം എന്തൊക്കെ ചെയ്താലാണ് ഈ അപ്ഡേറ്റിലൂടെ നിങ്ങൾക്ക് കൂടുതൽ വ്യൂസും പൈസയും ഉണ്ടാക്കാൻ പറ്റുന്നത്, ഇത് നിങ്ങൾ കറക്റ്റായി മനസ്സിലാക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ കമൻസ് തന്നെ അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ആദ്യം അപ്ഡേറ്റ് എന്താണെന്നുള്ളത് ഞാൻ പറയാം. അതിനുശേഷം ഈ അപ്ഡേറ്റിലൂടെ നമുക്ക് കൂടുതൽ വ്യൂസ് കിട്ടാനും കൂടുതൽ പൈസ കിട്ടാനും നമ്മൾ എന്തൊക്കെ ചെയ്യണം, ഈ ഒരു കാര്യവും ഞാൻ പറയാം. അതായത് നമ്മളൊരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഷോർട്ട് ഫീഡിൽ കയറി ഓടിയാലേ അതിലൂടെ നമുക്ക് കൂടുതൽ വ്യൂസും കിട്ടത്തുള്ളൂ, കൂടുതൽ പൈസയും കിട്ടത്തുള്ളൂ. ഇതാണ് എല്ലാ ക്രിയേറ്റേഴ്സിനും അറിയാവുന്ന ഒരു കാര്യം. പക്ഷേ ഈ ഷോർട്സ് മോണിറ്റൈസേഷനിലൂടെ നമുക്ക് വളരെ കുറവ് പൈസയെ കിട്ടത്തുള്ളൂ. ഈ കാര്യവും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ട് യൂട്യൂബ് ഇപ്പോൾ ഇവിടെ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യൂട്യൂബ് സെർച്ചിൽ, യൂട്യൂബിൻ്റെ സെർച്ച് സിസ്റ്റത്തിൽ ഒരു പുതിയ അപ്ഡേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഷോർട്സ് വെറൈറ്റി ഗ്രിഡ്, ഇതാണ് ഈ അപ്ഡേറ്റിൻ്റെ പേരെന്ന് പറയുന്നത്. അതായത് ഈ സെർച്ചിൽ ആരെങ്കിലും ഒരു ഹൈ സെർച്ചിങ് കീവേഡ് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ആയിട്ട് കേരള ട്രാവൽ ഗൈഡ്, അതായത് നമ്മുടെ ഇന്ത്യയിൽ നിന്നാണെങ്കിലും വിദേശത്ത് നിന്നാണെങ്കിലും ഒരുപാട് ആളുകൾ കറങ്ങാൻ വരുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ നാട്. അപ്പോൾ ഇതൊരു ഹൈ സെർച്ചിങ് കീവേഡാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കീവേഡ് ആരെങ്കിലും സെർച്ച് ചെയ്യുകയാണെങ്കിൽ അവരുടെ മുന്നിൽ കുറേ ഷോർട്സിൻ്റെ ഒരു ഗ്രിഡ് ആയിരിക്കും യൂട്യൂബ് അവിടെ കാണിക്കുന്നത്. അതായത് ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ കുറേ ഷോർട്സിൻ്റെ ഗ്രിഡ് അവരെ അവിടെ കാണിക്കും. ഇതിന് മുമ്പായിട്ട് നമ്മൾ എന്തെങ്കിലും സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ഷോർട്സും ബാക്കിയെല്ലാം ലോങ് വീഡിയോസുമായിരുന്നു ഇതുവരെ കാണിച്ചിട്ടുള്ളത്. പക്ഷേ ഇനി മുതൽ കുറേ ഷോർട്സിൻ്റെ ഗ്രിഡ് ആയിരിക്കും ഏറ്റവും മുകളിൽ അവരെ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഷോർട്സിൻ്റെ എല്ലാം തംബ്നെയിലായിരിക്കും ആദ്യം അവരെ കാണിക്കുന്നത്. ഇനി ഇവിടെ എന്താണ് സംഭവിക്കുന്നത് അതുകൂടി മനസ്സിലാക്കുക. അതായത് നിങ്ങളൊരു ഷോർട്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നു, അത് അപ്ലോഡ് ചെയ്യുമ്പോൾ സെർച്ചബിൾ കീവേഡ്സും നിങ്ങൾ ആ ഷോർട്ട് വീഡിയോടൊപ്പം കൊടുക്കുന്നു എന്ന് കരുതുക. അപ്പം നിങ്ങളുടെ ഈ ഷോർട്ട് വീഡിയോ യൂട്യൂബ് സെർച്ചിൽ കയറിപ്പോകും. പക്ഷേ നിങ്ങളുടെ ഷോർട്ട് വീഡിയോ മാത്രമായിരിക്കത്തില്ല ആ സെർച്ചിൽ ഗ്രിഡിൽ കാണിക്കുന്നത്. വേറെ കുറേ ആളുകളുടെ സെയിം ടോപ്പിക്കിലുള്ള ഷോർട്ട് വീഡിയോസും ആ ഗ്രിഡിൽ കാണിക്കും. അപ്പോൾ ഒരു 10 പേരുടെ ഷോർട്ട് വീഡിയോസ് അതിൻ്റെ തംബ്നെയിൽ ആ ഗ്രിഡിൽ കാണിക്കുന്നുണ്ടെങ്കിൽ ഇതിൽ ഏറ്റവും കൂടുതൽ നല്ല അടിപൊളി തംബ്നെയിൽ ആരുടെയാണോ അതിനായിരിക്കും കൂടുതൽ ക്ലിക്ക് വീഴുന്നതും കൂടുതൽ വ്യൂസ് കിട്ടുന്നതും. എന്ന് പറഞ്ഞാൽ യൂട്യൂബ് സെർച്ചിലൂടെയും നിങ്ങൾക്ക് നിങ്ങളുടെ ഷോർട്ട് വീഡിയോസിൻ്റെ വ്യൂസ് ഇനി മുതൽ കൂടി കിട്ടുന്നതായിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഷോർട്ട് ഫീഡിൽ നിന്ന് കിട്ടുന്നതിലും കൂടുതൽ വ്യൂസ് നിങ്ങൾക്ക് ഈ യൂട്യൂബ് സെർച്ചിൽ നിന്ന് കിട്ടിയെന്നും വരാം. എനിക്ക് കിട്ടിയിട്ടുണ്ട്, അതിൻ്റെ പ്രൂഫ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതുപോലെ തന്നെ ഇനി മുതൽ നിങ്ങൾ ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിനോടൊപ്പം ഒരു അട്രാക്റ്റീവായ തംബ്നെയിൽ തന്നെ കൊടുക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. കാരണം നിങ്ങളുടെ ഈ ഷോർട്ട് വീഡിയോ യൂട്യൂബ് സെർച്ചിൽ ഈ ഗ്രിഡിൽ കാണിക്കുമ്പോൾ മറ്റുള്ളവരുടെ തംബ്നെയിലിനെക്കാട്ടിലും അടിപൊളി തംബ്നെയിൽ ആണെങ്കിൽ മാത്രമേ നിങ്ങളുടെ ഈ വീഡിയോയ്ക്ക് കൂടുതൽ ക്ലിക്ക് വീഴുകയുള്ളൂ. അപ്പം നിങ്ങൾ എന്താണ് ഇവിടെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ഷോർട്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ഈ ഷോർട്ട് വീഡിയോയ്ക്കുള്ളിൽ ഒരു അട്രാക്റ്റീവായ ഫ്രെയിം ഇല്ലെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് 1 സെക്കൻഡിനുള്ളിലുള്ള ഒരു അടിപൊളി ഫ്രെയിം ക്രിയേറ്റ് ചെയ്ത് ഈ ഷോർട്ട് വീഡിയോയുടെ ലാസ്റ്റിൽ പിടിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ആ പർട്ടിക്കുലർ ഫ്രെയിം തന്നെ ഇതിൻ്റെ തംബ്നെയിലായിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇത് ഞാൻ എൻ്റെ പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ളതാണ്. ഇനി ഞാൻ നിങ്ങൾക്ക് ഇവിടെ പ്രൂഫ് കാണിച്ചു തരാം. ഇവിടെ നോക്കുക, എൻ്റെ ഈ കാണുന്ന ഷോർട്ട് വീഡിയോ, അതായത് യൂട്യൂബിനെ കൊണ്ട് നിങ്ങളുടെ വീഡിയോയെ എങ്ങനെ സെർച്ച് ചെയ്യിക്കാം എന്ന് പറയുന്ന ഒരു ഷോർട്ട് വീഡിയോ ആയിരുന്നു. അതും എൻ്റെ ലോങ് വീഡിയോ ഓടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇട്ടിരുന്ന ഒരു ഷോർട്ട് വീഡിയോ ആണ്. എനിക്കിവിടെ കിട്ടിയിരുന്ന വ്യൂസ് ഇതുവരെ ഏതാണ്ട് 2 ലക്ഷത്തിൽ കൂടുതൽ വ്യൂസ് ഇതിന് കിട്ടിയിട്ടുമുണ്ട്. ഇനി ഇതിൻ്റെ അനാലിറ്റിക്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയേ. ഇവിടെ നോക്കുക, യൂട്യൂബ് സെർച്ചിൽ നിന്ന് 1,77,000 വ്യൂസ്, അതായത് 87.4% വ്യൂസും ഈ ഷോർട്ട് വീഡിയോയ്ക്ക് കിട്ടിയിരിക്കുന്നത് യൂട്യൂബ് സെർച്ചിൽ നിന്നാണ്. പക്ഷേ ഷോർട്ട് ഫീഡിൽ നിന്ന് കിട്ടിയിരിക്കുന്നു ഓൺലി 19,000 വ്യൂസ്, അതായത് 9.4% മാത്രം. അതായത് ഷോർട്ട് ഫീഡിൽ നിന്ന് കിട്ടിയിരിക്കുന്ന വ്യൂസിൽ നിന്ന് ഒരുപാട് കൂടുതൽ വ്യൂസ് യൂട്യൂബ് സെർച്ചിൽ നിന്നാണ് ഈ ഷോർട്ട് വീഡിയോയ്ക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഷോർട്സ് വെറൈറ്റി ഗ്രിഡിൽ നിങ്ങളുടെ ഈ ഷോർട്ട് വീഡിയോസ് എത്തിച്ച് അതിൽ നിന്ന് നിങ്ങൾക്ക് കൂടുതൽ വ്യൂസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിനോടൊപ്പം നല്ല സെർച്ചബിൾ കീവേഡ്സും കൊടുത്തിരിക്കണം. അതുപോലെ അടിപൊളിയായിട്ടുള്ള അട്രാക്റ്റീവ് ആയിട്ടുള്ള തംബ്നെയിലും കൊടുത്തിരിക്കണം. ഇനി നമുക്ക് ഇതിലൂടെ കൂടുതൽ പൈസ എങ്ങനെ കിട്ടും അതുകൂടി നമുക്ക് നോക്കാം. അതായത്
അതായത് ആളുകൾ ഇങ്ങനെ ഷോർട്ട് ഫീഡിൽ സ്ക്രോൾ ചെയ്ത് വീഡിയോസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഷോർട്ട് വീഡിയോ അവരുടെ മുന്നിൽ എത്തിക്കഴിഞ്ഞാൽ അവർ കണ്ടെങ്കിൽ കണ്ടു, കണ്ടില്ലെങ്കിൽ കണ്ടില്ല, അത്രയേ ഉള്ളൂ. പക്ഷേ ഒരാൾ സെർച്ച് ചെയ്യുമ്പോൾ അവരുടെ മുന്നിലാണ് നിങ്ങളുടെ ഈ ഷോർട്ട് വീഡിയോ എത്തുന്നതെങ്കിൽ അവർക്ക് ആവശ്യക്കാരാണ് ഈ സെർച്ച് ചെയ്യുന്നത്. അവർ നിങ്ങളുടെ വീഡിയോ ക്ലിക്ക് ചെയ്ത് കാണുകയാണെങ്കിൽ അവർ ഈ വീഡിയോ കംപ്ലീറ്റ് കാണും. അതുപോലെ ഇവിടെ ഓഡിയൻസ് ഇൻട്രഷൻ കൂടി കിട്ടും. അങ്ങനെ നിങ്ങളുടെ ഈ ഷോർട്ട് വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തുകയും ചെയ്യും. അതുപോലെ തന്നെ ഷോർട്ട് ഫീഡിൽ നിന്നും കിട്ടുന്ന പൈസയെക്കാട്ടിലും കൂടുതൽ പൈസ ഇവിടെ കിട്ടാനുള്ള ചാൻസ് ഇവിടെ കൂടുതലാണ്. ഇത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഈ ക്രിയേറ്റ് ചെയ്യുന്ന ഷോർട്ട് വീഡിയോ ഒരു പ്രോഡക്റ്റ് ബേസ്ഡ് ഷോർട്ട് വീഡിയോ ആണെങ്കിൽ, അതായത് ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് അതിൽ നിങ്ങൾ ടാഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഓഡിയൻസ് ആ പ്രോഡക്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അവർ മേടിക്കുന്ന ഏത് പ്രോഡക്റ്റിൽ നിന്നുള്ള കമ്മീഷൻ നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അപ്പം നിങ്ങളുടെ ഈ ഷോർട്ട് വീഡിയോ ഒരു സെർച്ചബിൾ കണ്ടന്റ് ആണ്, കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്തുകയും ചെയ്യും. അപ്പം നോർമലായിട്ടുള്ള ആ ഷോർട്ട് വീഡിയോയിൽ നിന്നുള്ള പൈസ നിങ്ങൾക്ക് കൂടി കിട്ടും. അതുപോലെ തന്നെ ഈ പ്രോഡക്റ്റിൽ ക്ലിക്ക് ചെയ്ത് അതിൽ നിന്നുള്ള കമ്മീഷനും നിങ്ങൾക്ക് കൂടി കിട്ടുകയും ചെയ്യും. ഇപ്പം തന്നെ ഞാൻ നിങ്ങളെ കാണിച്ച ഒരു ഷോർട്ട് വീഡിയോ അത് ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഷോർട്ട് വീഡിയോ ആണ്. അതിൽ ഞാൻ പ്രോഡക്റ്റിന് ടാഗ് ചെയ്തിട്ടുണ്ട്. ആ പ്രോഡക്റ്റിൽ നിന്നുള്ള കമ്മീഷനും എനിക്ക് വളരെ നന്നായി തന്നെ ഇപ്പോഴും കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നോർമലി ആ ഷോർട്ട് വീഡിയോ ഓടുമ്പോൾ കിട്ടുന്ന ആ ഒരു പൈസയും യൂട്യൂബിൽ നിന്നും എനിക്ക് ഇപ്പോഴും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു പുതിയ അപ്ഡേറ്റ് ഷോർട്സ് വെറൈറ്റി ഗ്രിഡ് ഇത് വളരെ നല്ല ഒരു അപ്ഡേറ്റ് ആണ്. ഇനി മുതൽ നിങ്ങൾ ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിനോടൊപ്പം നല്ല സെർച്ചബിൾ കീവേഡ്സ് നിങ്ങൾ കൊടുക്കുക. അതുപോലെ തന്നെ നല്ല അടിപൊളി അട്രാക്റ്റീവ് ആയിട്ടുള്ള തംബ്നെയിലും കൊടുത്ത് പ്രോഡക്റ്റും ടാഗ് ചെയ്ത് ആ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഷോർട്ട് വീഡിയോസ് സെർച്ചിൽ കയറി പോവുകയും ചെയ്യും. നിങ്ങൾക്ക് അവിടെ കൂടുതൽ വ്യൂസും കിട്ടും. അതുപോലെ കൂടുതൽ പൈസ ഉണ്ടാക്കാൻ പറ്റും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ കമൻസ് ഒന്ന് അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ യൂസ്ഫുൾ ആയ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.